ബീഹാറിൽ റെക്കോർഡ് പോളിംഗ് ആണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ നടന്നിരിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി 65% അടുത്തിരിക്കുകയാണ് പോളിംഗ്. ഇനിയും അതിൻ്റെ വിശദാംശങ്ങൾ വരാനുണ്ട്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അനുസരിച്ച് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിരിക്കുന്നത്. 6 മണിക്ക് ശേഷവും വലിയ നീണ്ട നിരയായിരുന്നു സ്ത്രീകളുടേത്. അപ്പോൾ സ്ത്രീകൾ വ്യാപകമായി ഇറങ്ങി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ബീഹാറിൽ വോട്ട് ചെയ്തിരിക്കുന്നു. ഇതിനെ NDA നിതീഷ് കുമാർ സഖ്യം കാണുന്നത് മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന എന്ന പേരിൽ 10,000 രൂപ വീതം വനിതകൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ വനിതകൾക്ക് 10,000 രൂപ വീതം ബീഹാറിന് പോലെ ഒരു സ്ഥലത്ത് 10,000 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് 1,00,000 രൂപ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടായിരിക്കും അവർക്ക്. അങ്ങനെ വലിയൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് വളരെ കൂടിയ സ്ഥലമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗ്രാമങ്ങൾ, അപ്പോൾ 10,000 രൂപ വനിതകൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വലിയ ലോട്ടറി അടിച്ചതുപോലെയാണ്. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന എന്ന് പറഞ്ഞ് 10,000 രൂപ വീതം വനിതകൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട് നിതീഷ് കുമാറിന്റെ. ഈ പദ്ധതിയിൽ വ്യാപകമായി സ്ത്രീകൾക്ക് പണം കിട്ടിയിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് സ്ത്രീകളുടെ ഇത്രയധികം മുന്നേറ്റം ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ് ഒരു വാദം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോഴേ ജയിച്ചു കഴിഞ്ഞു എന്നാണ് നരേന്ദ്രമോദിയും നിതീഷ് കുമാർ സഖ്യം പറയുന്നത്. എന്നാൽ വളരെ വളരെ കൗതുകമുള്ള ഒരു കാര്യം, ന്യൂജൻ കുട്ടികൾ അല്ലെങ്കിൽ പുതിയ വോട്ടർമാർ, യുവാക്കൾ, യുവതികൾ ഒരുപാട് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ തൊഴിലില്ലായ്മ വലുതായിട്ട് ഫീൽ ചെയ്യുന്ന വിഭാഗമാണ്. അവർക്ക് തൊഴിൽ കൊടുത്തിട്ടില്ല നിതീഷ് കുമാർ. അതുപോലെ തന്നെ അഴിമതിയുണ്ട്. ഗവൺമെന്റ് നിതീഷ് കുമാറിനെയും മന്ത്രിമാരുടെ പേരിൽ വ്യാപകമായ കാലിത്തീറ്റ കുംഭകോണം പോലുള്ള വളരെ വ്യാപകമായ അഴിമതി കേൾക്കാനില്ലെങ്കിലും പണം കൊടുക്കാതെ ഒന്നും നടക്കാത്തൊരു ഉദ്യോഗസ്ഥ സംവിധാനം, ബ്യൂറോക്രസി, അതിപ്പോ കേരളത്തിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. പണം കൊടുത്താണ് പലതും നടക്കുകയുള്ളൂ. അപ്പോൾ വല്ലാത്തൊരു ബ്യൂറോക്രസിയാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യൻ ബ്യൂറോക്രസി കറപ്റ്റഡ് ആണ്. ആ കറപ്ഷൻ മാറ്റാൻ ഒരു മുന്നണിക്കും നരേന്ദ്രമോദി വിചാരിച്ചിട്ടും പറ്റുന്നില്ല, ഒരാളിനും പറ്റുന്നില്ല. ഇപ്പോ ആ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ കറപ്ഷൻ ഈസ് എ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഇന്ദിരാഗാന്ധി പണ്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എവിടെ വികസനമുണ്ടോ, എവിടെ ഒരു ആനുകൂല്യം ഒരാളിന് കിട്ടുമോ അവിടെ അഴിമതിയും ഉണ്ട് എന്നുള്ളതാണ്. അത് മാറ്റിയെടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വ്യാപകമായ അഴിമതിയും ബീഹാറിലുണ്ട്. ആ അഴിമതിക്കെതിരെയുള്ള യുവാക്കളുടെ, യുവതികളുടെ പ്രതിഷേധമാണ് ഈ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ മുന്നണി നേടും എന്നാണ് പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള ന്യൂജൻ പാർട്ടികളുടെയും അല്ലെങ്കിൽ ന്യൂജൻ സംവിധാനങ്ങളുടെയും ഒക്കെ പ്രൊമോട്ടർമാർ പറയുന്നത്. അപ്പോൾ ബീഹാറിൽ വളരെ കൃത്യമായി 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അടുത്ത 9-ാം തീയതി 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കും. അത് കഴിഞ്ഞ് 14-ാം തീയതി റിസൾട്ട് വരും. എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് ജാതി രാഷ്ട്രീയമൊക്കെ യുവാക്കളും യുവതികളൊക്കെ ഉപേക്ഷിച്ചെന്നും അതിനെ സംബന്ധിച്ച് ചില ചാനലുകൾ അവിടെ പോയി യുവാക്കളെ യുവതികളൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് യുവാക്കളെ കാണുമ്പോൾ അവർ ഞങ്ങൾക്ക് ജാതിയൊന്നുമല്ല വിഷയം, ഞങ്ങളുടെ തൊഴിലാണ് എന്ന് പറയുന്ന നിലയിൽ ഇന്ത്യയിൽ ഒരു ബീഹാർ പോലുള്ള സ്റ്റേറ്റ് കയറി വരുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഞങ്ങൾക്ക് ജാതിയും മതമൊന്നുമല്ല ഇവിടുത്തെ വിഷയം, ഞങ്ങളുടെ തൊഴിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ യുവാക്കൾക്കും യുവതികൾക്കും തൊഴിൽ കൊടുക്കുന്നതിൽ നിതീഷ് കുമാർ ഗവൺമെന്റ് പരാജയപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലനം ഈ ഇലക്ഷനിൽ ഉണ്ടാകുമോ? അതോ ഇതിനെയൊക്കെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ സ്ത്രീകളുടെ 10,000 രൂപ കിട്ടിയ സ്ത്രീകളുടെ വ്യാപകമായ മുന്നേറ്റം ഉണ്ടാകുമോ? 65% വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ചരിത്രത്തിൽ ഇല്ലാത്തൊരു ഭൂരിപക്ഷമാണ്. 65%, ഭൂരിപക്ഷമല്ല, ഒരു ശതമാനമാണ് ഈ 65%. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ കണക്കെടുക്കുമ്പോൾ പുരുഷ വോട്ടർമാരിൽ നിന്നും 4-5% സ്ത്രീകൾ എപ്പോഴും കൂടുതലാണ് ചെയ്യുന്നത്. സ്ത്രീകൾ പൊതുവെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ ഒരു മുന്നേറ്റമുണ്ട്. പക്ഷെ അതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ടുള്ള വലിയ മുന്നേറ്റമാണ് ബീഹാറിൽ സ്ത്രീകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വോട്ട് ചെയ്തത് മുഴുവൻ നിതീഷ് കുമാറിന് പോകും അല്ലെങ്കിൽ കിട്ടുമെന്നാണ് ആ ക്യാമ്പ് വിശ്വസിക്കുന്നത്. അതിന് കാരണം ഈ 10,000 രൂപയുടെ കളി തന്നെയാണ്. അപ്പൊ 10,000 രൂപ മുഖ്യമന്ത്രി റോസ്ഗാർ യോജന അനുസരിച്ച്, മഹിളാ റോസ്ഗാർ യോജന അനുസരിച്ച് കൊടുത്തപ്പോൾ അതിന്റെ ഗുണം സമ്പൂർണ്ണമായി BJPക്ക് കിട്ടും എന്ന് തന്നെയാണ് BJP കരുതുന്നത്, അല്ലെങ്കിൽ NDA കരുതുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പുറത്തെ ക്യാമ്പിന്, തേജസ്വി യാദവിന്റെ ക്യാമ്പിന്റെ ആത്മവിശ്വാസം യുവാക്കളാണ്, യുവതികളാണ്. യുവത്വം വ്യാപകമായി ഇറങ്ങി വോട്ട് ചെയ്തിരിക്കുകയാണ്. ആ വോട്ട് മുഴുവൻ കിട്ടുക ഇപ്പുറത്തെ കക്ഷിക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ അട്ടിമറി വിജയം കൊണ്ടുവരാൻ കഴിയും. നിതീഷ് കുമാറിനെയും നരേന്ദ്രമോദിയെയും അട്ടിമറിച്ചുകൊണ്ട് ബീഹാറിൽ അട്ടിമറിക്കാൻ കഴിയും. ഇത് നമുക്കറിയേണ്ടത് 14-ാം തീയതി രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ, 8 മണിക്ക് വോട്ടിംഗ് പൊട്ടിച്ച് തുടങ്ങും, എണ്ണ തുടങ്ങും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആകുമ്പോൾ 9 മണിയാകുമ്പോൾ ട്രെൻഡ് വന്നു തുടങ്ങും. അപ്പോൾ നമ്മുടെ ചാനലുകളിൽ വിനു വി ജോണും അബ്ജോദും സുരേഷും, പിന്നെ ഇപ്പുറത്തെടുത്ത് സിന്ധു സൂര്യകുമാറും, ഇപ്പുറത്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അരുണും, പിന്നെ സുജയ പാർവതിയും, സ്മൃതി പരുത്തിക്കാടും, പിന്നെ ഉണ്ണി ബാലകൃഷ്ണനും, പിന്നെ ആരാ ഉള്ളത്, പിന്നെ അഭിലാഷും,
പിന്നെ ഇങ്ങനെ ന്യൂസ് 18 ആളുകളും പിന്നെ അപർണയും ഇവര് സംഘമായിട്ട് ഇങ്ങനെ കിടന്ന് അറുമാദിക്കും ഓ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഉച്ചയോടുകൂടി നമുക്കറിയാം ഇതെല്ലാം ടപ്പോട്ടപ്പനാവും. നമ്മളിത് കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അറുമാദിക്കാനായിട്ട് ഇന്ത്യ മുന്നണി ആദ്യം മുന്നേറുമോ ഒരു ചോദ്യം വോട്ടെണ്ണി വരുമ്പോൾ, അതോ ആദ്യമേ നിതീഷ് കുമാർ മുന്നേറുമോ, അതോ അട്ടിമറിയിലൂടെ മുന്നേറുമോ? ഇതൊക്കെ നല്ല രസമാണ്. ഇലക്ഷന്റെ ഇത് ക്രിക്കറ്റ് കളി പോലെയാണ്. അപ്പോൾ ഓരോ ബാളും പ്രധാനമാണെന്ന് പറഞ്ഞതുപോലെയാണ്. ഓരോ മണ്ഡലത്തിലെ വോട്ടും ഇങ്ങനെ പ്രധാനമാണ്. എന്തായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ എഫക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഈ ഇലക്ഷനെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. പക്ഷെ അപ്പോഴും അവിടെ രക്ഷപ്പെട്ട് നിൽക്കുന്ന, തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു ഏജൻസി നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷന് ഇപ്പൊ അഭിമാനത്തോടെ പറയാം, ഞങ്ങൾ ഇതാ യഥാർത്ഥ വോട്ടർമാരെ SIR-ലൂടെ കണ്ടെത്തിയത് കൊണ്ട്, സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനിലൂടെ യഥാർത്ഥ വോട്ടർമാരെ ഞങ്ങൾ ഇതാ കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ 64% അല്ലെങ്കിൽ 65% വോട്ടെടുപ്പ് നടന്നത്. അത് ചിലപ്പോൾ ഫൈനൽ വരുമ്പോൾ 1% അങ്ങനെ കൂടാൻ സാധ്യതയുണ്ട്, കുറയാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ 65 66% ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷന് തീർച്ചയായിട്ടും അതിൽ അഭിമാനിക്കാം. അവർ ചെയ്ത SIR എല്ലാം കറക്റ്റ് ആയിരുന്നു എന്ന് അഭിമാനിക്കാം. അപ്പോഴും ഒരു ചോദ്യമുള്ളത്, 65% ആളുകൾ വോട്ട് ചെയ്തെങ്കിൽ അതിൽ 35-36% വോട്ട് പിടിക്കുന്ന ആളിന് അധികാരത്തിൽ വരാൻ പറ്റും. അപ്പൊ 36% വോട്ട് പിടിക്കുന്ന ആൾ അധികാരത്തിൽ വരുമ്പോൾ ബാക്കിയുള്ള 34%, 65-ലെ ബാക്കിയുള്ള പിന്നെ 65-ലെ 36 പോയിട്ട് 35 പോയിട്ട് 30, 29%. ആ 29 വോട്ട് ചെയ്യാത്ത ഒരു 35% ഉണ്ട്. അത് കൂടുമ്പോൾ 50%-ത്തിൽ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യം വീണ്ടും വീണ്ടും മുട്ടിലെഴയുക തന്നെയാണ്. 50%-ന്റെ കഥ വെച്ചാണ് ജനാധിപത്യം ഓടുന്നത്. അല്ലാതെ ആ ഭൂരിപക്ഷം പുറത്താണ്, വോട്ടിന് പുറത്താണ്. നല്ല രസമാണ്. 35% ഇപ്പോൾ വോട്ടിന് പുറത്ത് നിൽക്കുന്നു. അവർ ഏത് പക്ഷമെന്ന് അറിയത്തില്ല. അതോടൊപ്പം അവരെ നമുക്ക് പ്രതിപക്ഷത്ത് നിർത്തിയാൽ ഇനി ഒരു 30-35% അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് കിട്ടുന്ന വോട്ടിന്റെ ബാക്കിയും കൂടി പ്രതിപക്ഷത്തിന് കൊടുത്താൽ, ഇത് രണ്ടും കൂടി ഒരു പ്രതിപക്ഷമാക്കി കണക്കാക്കിയാൽ പ്രതിപക്ഷമാണ് എപ്പോഴും ജനാധിപത്യത്തിൽ ജയിക്കുന്നത്, ഭരണപക്ഷമല്ല. പക്ഷേ സാങ്കേതികമായി മത്സരിക്കുന്നവരിൽ ഏറ്റവും മിടുക്കനെ കണ്ടെത്തുകാനേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബീഹാറിൽ അട്ടിമറി നടക്കുമോ? ഒന്നാമത്തെ ചോദ്യം. ഈ യുവാക്കൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് മറിയും? രണ്ടാമത്തെ, അത് നരേന്ദ്രമോദിയുടെ കരിസ്മാറ്റിക് പ്രഭാവത്തിലും യോഗി ആദിത്യനാഥൊക്കെ പോയതിന്റെ ഒരു പശ്ചാത്തലത്തിൽ അത് NDAക്കും നിതീഷ് കുമാറിനും മറിയുമോ? വനിതകൾ സംഘടിച്ചു വന്ന് സമ്പൂർണമായി വലിയ ആവേശത്തോടെ വോട്ട് ചെയ്തിരിക്കുന്നത് നിതീഷ് കുമാറിനാണോ? അങ്ങനെ സർവേകൾ പറയുന്ന പോലെ നിതീഷ് കുമാർ NDA ക്യാമ്പ്, മോഡി ക്യാമ്പ് ആഘോഷിക്കുമോ? അതോ ബീഹാറിലെ പട്നയിൽ ഇന്ത്യ മുന്നണി തേജസ്വി യാദവിന്റെ കട്ടൗട്ടുമായി ഇന്ത്യ മുന്നണി ആഘോഷിക്കുമോ? നമുക്ക് കാത്തിരിക്കാം. ഒന്നാം ഘട്ടം കഴിഞ്ഞു, രണ്ടാം ഘട്ടം കൂടെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് 14ലേക്ക് കണ്ണു തുറക്കാം.